അങ്ങനെ നവ്യ അഭിയാണെങ്കിൽ പിരികേറ്റി വിടുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും നയനയുടെ ഡിസൈന് ഓഫീസിൽ നിന്ന് മോഷ്ടിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ അഭി തീരുമാനിക്കുകയാണ്, നവ്യ പറഞ്ഞതിലും കാര്യമുണ്ട്, നയന ഈ ഡിസൈനും കാണും, അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ള വിലയും സ്ഥാനവും എല്ലാം പോകും, അവളെ ഡിസൈനർ ഹെഡായിട്ട് തന്നെ നിയമിക്കും, ഇപ്പോൾ തന്നെ അവൾക്കൊരു ക്യാബിനൊക്കെ കൊടുത്ത് ഡിസൈനറായിട്ട് ഇരുത്തിയേക്കാണ്. ഈ ഒരു ഡിസൈനും കൂടി വർക്കൗട്ടായാൽ പിന്നെ എല്ലാവരും കൂടി അവളെ എൻ്റെ തലയ്ക്ക് മുകളിൽ കൊണ്ടാക്കും, അവളുടെ കാൽക്കീഴിലിരുന്ന് ജോലി ചെയ്യാൻ എനിക്ക് വയ്യ, അതിലും പേര് ഞാൻ ആത്മഹത്യ ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അഭി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും അവളുടെ മുറിയിൽ കയറി എടുക്കണമെന്ന് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ അഭി ഓർക്കുന്നുണ്ട്, പക്ഷേങ്കിൽ ഫുൾ ഓഫീസ് കംപ്ലീറ്റ് ആയിട്ടും സി സി ടി വിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അവളാണെങ്കിൽ അവളുടെ ഡിസൈൻ എല്ലാം വരച്ച് ഫിനിഷ് ആക്കിയിട്ട് അവളുടെ ടേബിളിൽ തന്നെ പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. താക്കോലാണെങ്കിലും അവൾ അവിടെ തന്നെ ഇങ്ങനെ ഒരു ഷെൽഫിൽ വെച്ചിട്ടാണ് പോകുന്നത്. ഓഫീസല്ലേ, അതുകൊണ്ട് ആരും എടുക്കില്ല എന്ന് അവൾക്കൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം രാത്രിയിൽ അഭി ആലോചിക്കുകയാണ്, ഇന്ന് രാത്രി തന്നെ എങ്ങനെയും പോവാന്ന്. അങ്ങനെ അഭി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ആലോചിക്കുന്നത്, ഇതുവരെ പോകാനുള്ള പ്ലാനിങ്ങും തയ്യാറെടുപ്പൊന്നും ആയില്ലെന്ന് ചോദിക്കുമ്പോൾ, നീ പറഞ്ഞ പോലെ അങ്ങനെ എത്ര പെട്ടെന്നൊന്നും എടുത്ത് ചാടിക്കയറി പോകാൻ പറ്റില്ല, അതിനൊക്കെ ഒരു പ്ലാനിങ് വേണമെന്ന് പറയാണ്. ആ ഒരു മുറി മൊത്തം CCTV ഉള്ളതാ, അത് ആദർശേട്ടൻ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ ചീട്ട് കീറും, പിന്നെ നമ്മളെ ഇവിടുന്ന് പുറത്താക്കുമെന്ന് പറയുമ്പം ആ CCTV ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അഭിന്ന് പറയാണ്. അത് പറ്റില്ല നവ്യ, ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് അവിടെ ചെന്ന് കയറുന്നതിന് വരെ ഫുൾ CCTVയും ഞാൻ എങ്ങനെ കട്ട് ചെയ്ത് കളയാനാണെന്ന് ചോദിക്കുകയാണ്. എങ്കിൽ അബി ഒരു കാര്യം ചെയ്യണം, ഫുൾ CCTVയുടെ കണക്ഷനോടാണോ അതങ്ങ് കട്ട് ചെയ്യുമെന്ന് പറയാണ്. അപ്പോഴേക്കും അബി പറയാണ്, അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ ആ CCTV മുറിക്കകത്ത് കയറുന്നതിന് വരെയുള്ള എൻ്റെ ഫുട്ടേജ് എല്ലാം കിട്ടിയില്ലെന്ന് ചോദിക്കുമ്പം, ഇനിയിപ്പോൾ എന്ത് ചെയ്യും അബി എന്ന് പറയുമ്പം അബി പറയാണ്, ഓക്കെ ഞാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അബി സ്ഥിരമായിട്ട് കാണാറുള്ള റൗഡീനെ വിളിച്ചിട്ട് പറയാണ്, ഇതുപോലെ തന്നെ താൻ CCTVയുടെ മുറിക്കുള്ളിലേക്ക് കയറിയിട്ട് ആ CCTV ഫുട്ടേജൊക്കെ നശിപ്പിച്ച് കളയണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാൾ അതിനെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രിയിൽ സെക്യൂരിറ്റിക്ക് ഉറങ്ങിയതിന് ശേഷം അയാൾ വന്നിട്ട് സെക്യൂരിറ്റി അറിയാതെ അകത്തേക്ക് കയറുന്നുണ്ട്. ഇതിനെല്ലാം ഒത്താശ ചെയ്തിട്ട് അഭിയും ഉണ്ട് കേട്ടോ. അങ്ങനെ അഭിയെ അഭി CCTV പെടാതിരിക്കുമ്പോൾ അഭി മാറി നിൽക്കുകയാണ്. അയാൾ അകത്തേക്ക് കയറിപ്പോയതിന് ശേഷം ആ മുറിയിൽ ചെല്ലുകയാണ്. എന്നിട്ട് അന്നേ ദിവസം ഏകദേശം ഒരു വൈകുന്നേരത്തിന് ശേഷം ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള CCTV ഫുട്ടേജസും അങ്ങ് ഇറേസ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇയാൾ വന്നതുപോലും കാണാൻ സാധിക്കില്ല. അപ്പം അയാൾ വന്നിട്ട് പറയുന്നുണ്ട്, അഭി സാറേ എല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്, CCTV ഫുള്ള് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരി നീ ഇപ്പോൾ കൊന്ന് പറയുമ്പം, എങ്കിൽ പിന്നെ സാറിന് തന്നെ കയറി കളഞ്ഞാൽ പോരാൻ ചോദിക്കുമ്പം, അതിനെനിക്ക് അതുപോലെ അറിയാവോടോ, എനിക്കത് അറിയില്ല, അതുകൊണ്ടല്ലേ തന്നെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നത്, താൻ പോവും പറഞ്ഞ് ക്യാഷെല്ലാം തന്നിട്ടുള്ള ചോദിക്കുമ്പോൾ, ഉണ്ട് സാറേ ഇനി എന്തെങ്കിലും ഉണ്ടോ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട്. അങ്ങനെ അബി എന്തായാലും ധൈര്യപൂർവ്വം അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയുടെ ഓഫീസ് റൂമിലേക്ക് കയറിയിട്ട് അവിടുന്ന് അവള് ഒരു തൂക്കി ഇട്ടുന്ന ചാവി എടുത്തിട്ട് ആ കബോർഡിൽ നിന്നിട്ടും ആ ഡിസൈൻ എടുക്കുകയാണ്. അങ്ങനെ ആ ഡിസൈൻ എടുത്തിട്ട് അബി ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ്, എന്ത് മനോഹരമായ ഡിസൈനാണ്, ഇത് കണ്ടാൽ ഉറപ്പായിട്ട് അവന്മാരെ ഫ്ലാറ്റ് ആവും, പക്ഷെ ഞാൻ അതിന് സമ്മതിക്കില്ല, അങ്ങനെ എൻ്റെ തലയ്ക്ക് മുകളിൽ നീ വരണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫയൽ അവൻ എടുത്തതിന് ശേഷം ഡ്രോ പൂട്ടിയിട്ട് അതേ സ്ഥലത്ത് തന്നെ കീ വെക്കുന്നുണ്ട്. എങ്ങനെ അവനൊന്നും അറിയാത്ത രീതിയിൽ നേരെ അവൻ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അനന്തപുരിൽ ചെന്നിട്ട് ആരും അറിയാതെ അവൻ ആ ഒരു പേപ്പേഴ്സ് എല്ലാം കത്തിച്ച് കളയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് അവൻ ഫ്ലഷ് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരം ഇവനെടുത്ത് വരെ ആരും അറിഞ്ഞിട്ടില്ല. നവി ചോദിക്കണം, എന്തായി കാര്യങ്ങളെന്ന് പറയുമ്പം, നിൻ്റെ അനിയത്തിൻ്റെ ഡിസൈൻസ് മൊത്തം ഇതാ ക്ലോസറ്റിൽ ഞാൻ ഫ്ലഷ് ചെയ്ത് കളഞ്ഞെന്ന് പറയുമ്പം, അങ്ങനെ വേണം അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്, എല്ലാ സ്ഥലത്തും അവൾ എന്നേക്കാളും മികച്ച് നിൽക്കണം, എൻ്റെ ഭർത്താവിനെ ഇപ്പോൾ അവളുടെ കീഴിലാക്കാൻ ശ്രമിക്കുക, സമ്മതിക്കത്തില്ല ഞാൻ എന്നൊക്കെ ഇങ്ങനെ നവി പറയുന്നുണ്ട്. അങ്ങനെ അവി മനസ്സിൽ കരുതാണ്, നിനക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് നിൻ്റെ അനിയത്തി, നിന്നെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടും നിന്നെ ആ റൗഡുകൾ കൊണ്ടപ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ, എന്നിട്ട് മനസ്സാക്ഷിയിൽ ഇത് പറയുന്നത് കേട്ടില്ലേ, മനസ്സാക്ഷിയിലെത്തോൾ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാവി പറയുന്നുണ്ട്. നവിയാണെങ്കിലും മനസ്സിൽ സന്തോഷം നിൽക്കാൻ അതെല്ലാം പോയല്ലോന്ന്. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും മുത്തശ്ശിയൊക്കെ നയനേനെയും ആദർശിനെ അനുഗ്രഹിച്ച് പറഞ്ഞിടാണ്. അപ്പം മുത്തശ്ശി പറയണം, എൻ്റെ മോളെ ഡിസൈൻസൊക്കെ എനിക്കറിയാമല്ലോ, എൻ്റെ മോള് തന്നെ ജയിക്കും, ആ ഡിസൈൻസ് ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് പറയാണ്, ഞാൻ ഫസ്റ്റിലത്തെ ഞാൻ കണ്ടിരുന്നു മുത്തശ്ശി, നല്ല രസമുണ്ടായിരുന്നു, എന്തായാലും അവർക്ക് അത് അട്രാക്ഷൻ ആവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പോവാണ്. അങ്ങനെ ചെറിയച്ഛനും നയനയുടെ ആദർശിൻ്റെ അച്ഛനും ഒക്കെ കൂടിയിട്ട് ഓഫീസിലേക്ക് പോകുന്നുണ്ട്.
അങ്ങനെ സമയം 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആദർശ് പറയണം, നീ ഫയൽസൊക്കെ ഇങ്ങ് എടുത്തുകൊണ്ട് വാ, ക്ലയൻസ് ഒരു 10 മിനിറ്റിൽ ഇങ്ങോട്ടേക്ക് റീച്ച് ആവും എന്ന് പറയുന്നുണ്ട്. ശരി ആദർശേട്ടാന്ന് പറഞ്ഞിട്ട് അവൾ റൂമിലേക്ക് പോയിട്ട് കീയിട്ട് അവളുടെ ഡ്രോ തുറക്കുമ്പം അവൾ ഞെട്ടിപ്പോകുന്നു കേട്ടോ. അവൾ വെച്ച ഫയൽ അവിടെ ഇല്ല. അവളങ്ങനെ ആ മുറി മുഴുവനും അരിച്ച് പറക്കിയിട്ടും സംഭവമൊന്നും കാണുന്നില്ല കേട്ടോ. അവൾ കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആദർശിനടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആദർശേട്ടാ, എൻ്റെ ആ മുറിയിലിരുന്ന ആ ഫയൽസ് ഒന്നും കാണുന്നില്ല ആദർശേട്ടാന്ന് പറഞ്ഞിട്ട് നയനെ ആകെപ്പാടെ കരഞ്ഞ് നിലവിളിക്കുമ്പം ആദർശ് പറയണം, നീ എന്താ പറയുന്നേ, വെറും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ ക്ലയൻസ് വരാൻ, നീ ഇങ്ങനെ വന്നേന്നും പറഞ്ഞിട്ട് ആദർശ് നയനയും കൂട്ടിക്കൊണ്ട് നയൻ്റെ മുറിയിലേക്ക് പോവാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് വെളിയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ ആബി. അങ്ങനെ ആദർശ് നയനയും കൂട്ടിയിട്ട് അവിടെ മുഴുവൻ അരിച്ച് പറക്കുന്നുണ്ട്. എന്നിട്ടൊന്നും ഫയൽസ് കാണാനില്ല. അപ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ്, നീ ഇവിടെ തന്നെയാണോ വെച്ചത്, ഇനി വീട്ടിലെങ്ങാനും കൊണ്ടുപോയോ? ഇല്ല ആദർശേട്ടല്ലേ പറഞ്ഞ് ഇവിടെ വെച്ചാൽ മതിയെന്ന്, അതുകൊണ്ട് ഞാൻ ഈ ട്രോയിൽ വെച്ചിട്ട് പൂട്ടിയിട്ട് ചാവിത ഞാൻ അവിടെ തൂക്കിയിട്ടിരുന്നതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എല്ലാം വെച്ച സ്ഥലത്ത് തന്നെ എല്ലാം ഇരിപ്പുണ്ട്, പക്ഷെ ഫയൽ മാത്രം മിസ്സാണെന്ന് പറയുമ്പം എങ്ങനെ നീ ഫയൽ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റിയതായിരിക്കും. ഇല്ല ആദർശേട്ടാ, എനിക്ക് ഉറപ്പാണ്. അപ്പോഴേക്കും ആദർശ് ഇങ്ങനെ ഓർക്കുന്നുണ്ട്, അവൾ ഫയലിൽ അറ്റാച്ച് ചെയ്തിട്ട് ആ കബോർഡിൽ വെക്കുന്നത് ആദർശ് CCTV കണ്ടിരുന്നു. അപ്പോൾ ആദർശ് പറയാണ്, ശരിയാ, ഞാൻ CCTV കണ്ടതാ നീ ഫയൽ ഇവിടെ തന്നെ വെക്കുന്നത്, പിന്നെ അതിനുശേഷം വേറെ ആരും എടുത്തില്ലല്ലോ, പിന്നെ എന്താ സംഭവിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയനയാണല്ലോ, ആദർശേട്ടാ എനിക്ക് പേടിയായിട്ട് വയ്യ, ആരായിരിക്കുമെങ്കിലും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത്. അപ്പം ആദർശ് പറയുന്നുണ്ട്, നമുക്ക് CCTV ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ രണ്ടുപേരും CCTV മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും അഭി മനസ്സിലോർക്കാണ്, ചെല്ല് രണ്ടുപേരും ചെല്ല്, അവിടെ ചെല്ലുമ്പം ഇപ്പം രണ്ടുപേർക്കും ഷോക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ കരുതിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ആദർശ നയനയും കൂടി CCTV ഫുട്ടേജിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പം അവിടെ അതിൻ്റെ ആൾ വന്നിട്ട് എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. CCTVയുടെ കംപ്ലയിൻറ്റ് ശരിയാക്കുന്ന ആൾ. അപ്പം ചോദിക്കണം ആദർശ് എന്താ പറ്റിയെന്ന്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾ പറയണം, ആദർശ് സാറ് ഇന്നലെ ഉച്ച മുതലുള്ള CCTV ഫുട്ടേജൊക്കെ ഇറേസ് ആയി പോയിട്ടുണ്ട്, അത് മാത്രമല്ല ഇത് മുഴുവനും കംപ്ലയിൻ്റ് ആയി പോയിരിക്കുക. അതെന്താ ഇത്ര പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവാൻ? അതറിയില്ല സാറേ, എന്താ സംഭവിച്ചെന്ന് മനസ്സിലാകുന്നില്ല, ഫുള്ള് കംപ്ലയിൻ്റ്, അതുകൊണ്ട് ടെക്നീഷ്യനെ വിളിപ്പിച്ചത്, അയാളൊന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് എപ്പോൾ റെഡിയാവും ചോദിക്കുമ്പം കുറച്ച് നേരത്തിനുള്ളിൽ ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, അപ്പോൾ ഇന്നലെ ഉച്ച മുതലുള്ളതൊക്കെ കിട്ടുമല്ലോ എന്ന് ചോദിക്കുമ്പം ഇല്ല സാർ, അത് ഓൾറെഡി ഇറേസ് ആയി, അതും ഫയലിൽ നിന്ന് തന്നെയാണ് ഇറേസ് ആയിരിക്കുന്നത്, അതുകൊണ്ട് ഇനി അത് കിട്ടില്ല, ബാക്കപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ആദർശ് അതെന്തൊരു പണിയാ, എല്ലാ കാര്യങ്ങളും സേവ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇപ്പോൾ ഇവിടെ ഒരു മോഷണം നടന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ടെക്നീഷ്യൻ വന്നിട്ട് പറയുന്നുണ്ട്, സാർ ഇതങ്ങനെ മനഃപൂർവ്വം ഇതങ്ങനെ പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, മനഃപൂർവ്വമായിട്ട് ആരോ കളഞ്ഞതാ, അതുകൊണ്ടാണ് ഇതിൻ്റെ ഹാർഡ് ഡിസ്കിൽ നിന്ന് എറേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഹാർഡ് ഡിസ്കിൻ്റെ എല്ലാ പാസ്വേഡും കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ മാത്രമേ ഇത് ചെയ്യാൻ സാധ്യതയുള്ളൂ, അതും അയാൾ നല്ല ടെക്നീഷ്യൻ ആയിരിക്കണം, ഒരു ടെക്നീഷ്യനും ഒരു ഇതിൻ്റെ സംഭവങ്ങൾ അറിയാവുന്ന ഒരാളായിരിക്കണം ഇതൊക്കെ ചെയ്തത്, അതുകൊണ്ട് ഇത് ഇറേസ് ആയി പോയത്, അല്ലാതെ ഇറേസ് ആയാലും ഇത് നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാം, പക്ഷേ ഇത് നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മനഃപൂർവ്വം ആരോ കളിച്ച കളിയാണല്ലോ എന്ന് ആദർശ് പറയണം. നയന് പറയുന്നു, ഇപ്പോൾ അവർ വരും ആദർശേട്ടാ, എന്താ ചെയ്യാമെന്ന് ചോദിക്കുമ്പം നമുക്ക് നോക്കാം, വഴിയുണ്ടാക്കാമെന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോഴേക്കും അഭി എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ആദർശേ, എന്താ സംഭവിച്ചേ ആദർശേട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും നയന് കരഞ്ഞോടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നു, എന്താണെന്ന് സംഭവിച്ചെന്ന് അറിയില്ല അഭി, ആരോ വന്നിട്ട് നമ്മുടെ ഹാർഡ് ഡിസ്ക് ഒക്കെ ഇറേസ് ചെയ്ത് കളഞ്ഞു, ഇത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്, എന്തായാലും പോലീസിനെ വിളിക്കാൻ പോവാണെന്ന് പറയുമ്പോഴേക്കും അഭി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. പോലീസൊക്കെ എന്തിനാ, നമ്മുടെ കമ്പനിയിൽ പോലീസ് കയറി എന്നറിഞ്ഞാൽ പിന്നെ അതാകെപ്പാടെ നാണക്കേടാം, നമ്മുടെ കമ്പനിയുടെ പേരിന് മോശമല്ലെന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ വിട്ടുവെച്ചാൽ പറ്റുമോ, ആരാന്ത് കണ്ടുപിടിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അഭിയെ പിടിക്കോ ഇല്ലയോ എന്നുള്ളതാണ്. അത് നമ്മുടെ ചാനൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.